ഏവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ലിസി ഷാജഹാൻ, സൈക്കോളജിസ്റ്റ്, സെലിബ്രിറ്റി ലൈഫ് കോച്ച്, ഫൗണ്ടർ ഓഫ് സ്കൂൾ ഓഫ് ലൈഫ് സ്കിൽസ് ആൻഡ് ഓതർ. ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് സെൽഫ് എസ്റ്റീമിനെ കുറിച്ചാണ്. നമ്മളെക്കുറിച്ച് നമ്മൾ എന്താണ് കരുതുന്നത്, നമ്മളെക്കുറിച്ചുള്ള നമ്മുടെ ഇമേജ് എന്താണ്, നമ്മളെക്കുറിച്ച് ധരിച്ചു വെച്ചിരിക്കുന്നത് എന്താണ്, നമ്മളെക്കുറിച്ചുള്ള കോൺസെപ്റ്റ് എന്താണ്, ഇതൊക്കെ നമ്മുടെ വിജയവുമായിട്ടും പരാജയവുമായിട്ടും ബന്ധപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ സെൽഫ് ഇമേജ്, നമ്മളെക്കുറിച്ച് നമ്മൾ കാണുന്നൊരു നല്ല ഇമേജ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ആക്ഷനുകളിലും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അതിൻ്റെ റിഫ്ലക്ഷൻ ഉണ്ടാകും. ജസ്റ്റ് ലൈക്ക് കരിയർ, അതുപോലെ റിലേഷൻഷിപ്പ്, അത് ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ ബിസിനസ്സിൽ, അതുപോലെ ഡേ ടു ഡേ ലൈഫിൽ ഈച്ച് ആൻഡ് എവറി ആസ്പെക്ട്സിലും നമ്മുടെ സെൽഫ് ഇമേജും സെൽഫ് റെസ്പെക്റ്റും സെൽഫ് എസ്റ്റീമും ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. എങ്ങനെ നമുക്കൊരു നല്ല സെൽഫ് റെസ്പെക്റ്റ് ഉള്ള വ്യക്തിയായിട്ട്, അല്ലെങ്കിൽ സെൽഫ് എസ്റ്റീം എങ്ങനെ ഉയർത്താം, നമ്മളെക്കുറിച്ചുള്ള ഒരു റെസ്പെക്റ്റ് അല്ലെങ്കിൽ ഒരു ആദരവ് നമുക്ക് എങ്ങനെ ഉയർത്താം, അത് ഉയർത്തേണ്ടുന്നത് അത്യാവശ്യമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അതിനെക്കുറിച്ച് ആണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഇതൊരു എക്സസൈസാണ്, ഇതൊരു ബ്യൂട്ടിഫുൾ എക്സസൈസാണ്. ഈ എക്സസൈസ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് നമ്മളുടെ സെൽഫ് റെസ്പെക്റ്റ് അല്ലെങ്കിൽ സെൽഫ് എസ്റ്റീം ഉയർത്തുന്നത് നോക്കാം. ഈ ഒരു എക്സസൈസ് നമ്മളെ ആക്ഷൻ എടുക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മളെ പുഷ് ചെയ്യാൻ, നമ്മളെ നെക്സ്റ്റ് ലെവലിലേക്ക് പുഷ് ചെയ്യാൻ നമ്മളെ തന്നെ സഹായിക്കുന്ന ഒരു എക്സസൈസാണ്. ഈ എക്സസൈസ് ഒറ്റ കാര്യം നിങ്ങളോട് ചോദിക്കലാണ്. എക്സസൈസ് ചോദിക്കുന്ന ചോദ്യം ഇതാണ്: വൈ ഐ ആം എ ഗ്രേറ്റ്? വൈ ഐ ആം ഗ്രേറ്റ്? ആ ഒരു ചോദ്യം നമ്മളോട് തന്നെ ചോദിക്കുകയാണ്. ഇത് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്: ഒരു പേനയും ഒരു പേപ്പർ എടുത്ത് വെക്കുക, അല്ലെങ്കിൽ നോട്ട്ബുക്ക് എടുക്കുക, എന്നിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ എഴുതുക: വൈ ഐ ആം ഗ്രേറ്റ്? ഞാൻ അത്ര വലിയ ആളാണോ, അല്ലെങ്കിൽ ഞാൻ അത്ര ഒരു പവർഫുൾ ആയിട്ടുള്ള, ഗ്രേറ്റ് ആയിട്ടുള്ള, മഹത്തായ ഒരു വ്യക്തിത്വമാണോ? അങ്ങനെ പറയാൻ എന്നിൽ എന്താണുള്ളത്? ദിസ് ഈസ് ദ ക്വസ്റ്റ്യൻ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ തിരിഞ്ഞു നോക്കണം. നമ്മുടെ ലൈഫിൽ ഇന്ന് വരെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കണം. അതിനകത്ത് നമ്മൾ ഇന്ന് വരെ എക്സ്പീരിയൻസ് ചെയ്ത ഒരുപാട് പോസിറ്റീവ് അനുഭവങ്ങൾ ഉണ്ടാവും. ഇൻക്രെഡിബിൾ ആയിട്ടുള്ള ആക്ഷൻസ് നമ്മൾ എടുത്തിട്ടുണ്ടാവും ഇന്ന് വരെ, ടിൽ നൗ, ഫ്രം ചൈൽഡ്ഹുഡ് ഓൺവേർഡ്സ്. നമ്മൾ അക്കംപ്ലിഷ് ചെയ്ത കുറേയധികം കാര്യങ്ങളുണ്ടാവും. പലപ്പോഴും നമ്മളത് ഇഗ്നോർ ചെയ്ത് കിടക്കുകയാണ്. നമ്മൾ അക്കംപ്ലിഷ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, നമ്മളുടെ അച്ചീവ്മെന്റ്സ് ഉണ്ടാകും, അല്ലെങ്കിൽ നമ്മൾ ചെയ്തിട്ട് ഒരു നല്ലൊരു ആക്ഷൻ, മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നും ഒരുപാട് അപ്രീസിയേഷൻ കിട്ടിയ പ്രവൃത്തികളുണ്ടാവും. ഇതൊക്കെ ഓരോന്നായിട്ട് എഴുതുക എന്നുള്ളതാണ് ആദ്യം ചെയ്യാനുള്ളത്. ഓൾ ദ അമേസിങ് തിങ്സ്, നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള എല്ലാ അമേസിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഓൾ ദ ഇൻക്രെഡിബിൾ അച്ചീവ്മെന്റ്സ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്ക് അസാധ്യമായെന്ന് തോന്നിയിരുന്ന കാര്യങ്ങൾ പോലും ചെയ്തിട്ടുള്ള മൊമെന്റ്സ് ഉണ്ടാകാം. ചില അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള അച്ചീവ്മെന്റ്സ്, ചില വിജയങ്ങൾ ഉണ്ടാകാം, സക്സസ് ഉണ്ടാകും. ഇതെല്ലാം നമ്മൾ എഴുതണം. അത് ഏത് കാലഘട്ടമാണെന്ന് ഓർമ്മയുണ്ടെങ്കിൽ അത് എഴുതാം. അന്നുണ്ടായിരുന്ന വ്യക്തികളെന്ന് നമുക്ക് എഴുതാം. ആസ് മെനി തിങ്സ് ആസ് പോസിബിൾ. നിങ്ങൾക്ക് പറ്റുന്ന എത്രത്തോളം നല്ല മൊമെന്റ്സ് ഉണ്ടോ അത് എഴുതുക. ഇത് എഴുതുന്ന സമയത്ത് നമുക്ക് അറിയാതെ തന്നെ നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് മാത്രമായിരിക്കും ഫോക്കസ് ചെയ്യുക. വി ക്യാൻ എക്സ്പീരിയൻസ് ദാറ്റ്. അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ ആഹാ മൊമെന്റ്സ് ഉണ്ടാവല്ലോ, ഒരു ഭയങ്കര വാവ് ഫീലിംഗ് ഉണ്ട്, ഒരു ആഹാ മൊമെന്റ്സ്. അതെനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് നമ്മളോട് തന്നെ ഒരു സ്നേഹവും റെസ്പെക്റ്റും, നമ്മളോട് തന്നെ ഒരു ആദരവും ഒക്കെ തോന്നുന്ന മൊമെന്റ്സ് ഒക്കെ ഉണ്ടാവും. അതെല്ലാം എഴുതുക. ഇത് എഴുതി നോക്കിയിട്ട് ഇത് ഒരു പക്ഷേ മാക്സിമം എഴുതണം. ആസ് മെനി ആസ് യു ക്യാൻ. എത്രയെണ്ണം നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ അത്രയും എഴുതുക. ചില സന്ദർഭങ്ങളിൽ ഒരു പക്ഷേ മറ്റുള്ളവർക്ക് നമ്മൾ എഴുതുന്ന കാര്യങ്ങൾ, നമ്മൾ ചെയ്തൊരു കാര്യം വേറൊരാൾക്ക് ചിലപ്പോൾ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. ബട്ട് ബോധപൂർവം അല്ല ആ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും എഴുതാം. നിങ്ങൾ എക്സ്പ്ലോർ ചെയ്ത നോളജ് എഴുതാം. നിങ്ങൾ ലാംഗ്വേജ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രൊഫഷൻസി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എഴുതാം. ഇങ്ങനെ നിങ്ങൾക്ക് പറ്റുന്നതെല്ലാം നിങ്ങൾ എഴുതി നോക്കുക. എന്നിട്ട് നിങ്ങളതൊന്ന് ഡെയിലി ബേസിൽ ഒന്ന് വായിച്ചു നോക്കുക. ഡെഫിനറ്റ് ആയിട്ട് നിങ്ങളുടെ ഐഡന്റിറ്റി മെല്ലെ ചേഞ്ച് ആകുന്നതും, നിങ്ങൾ കുറെ കൂടി കറേജിയസ് ആകുന്നതും, കോൺഫിഡന്റ് ആകുന്നതും, നിങ്ങളുടെ സെൽഫ് എസ്റ്റീം ഉള്ളിൽ നിന്ന് ഉയരുന്നതും നിങ്ങൾക്ക് റിയലൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങളുടെ സെൽഫ് എസ്റ്റീം അപ്ഗ്രേഡ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും അത് റിഫ്ലക്ട് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ ആത്മവിശ്വാസമുള്ള ഒരു വ്യക്തിയായി മാറാം. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഏത് ടാസ്കും ഫുൾഫിൽ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച കാര്യം പോലും ഈസി ആയിട്ട് നടക്കുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ലൈഫ് ഒരു ഫ്ലോ സ്റ്റേജിലേക്ക് പോകും. ഹാർഡ്ഷിപ്പ് ചെയ്യാതെ തന്നെ ലൈഫ് സക്സസ് ആകുന്ന വിധത്തിലേക്ക് പോകും. സോ വൈ ഐ ആം ഗ്രേറ്റ്, ദിസ് ഈസ് ദ എക്സസൈസ്. ആസ്ക് യുവർ സെൽഫ് വൈ ഐ ആം ഗ്രേറ്റ്. ഇതൊന്ന് ചെയ്തു നോക്കൂ. തീർച്ചയായിട്ടും ഇൻക്രെഡിബിൾ ആയിരിക്കും റിസൾട്ട്. താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗ്രേറ്റ് ഡേ.